students, welcome to ACS online class. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന ഡിവിഷൻ ആണല്ലേ. പ്രാക്ടീസ് ബുക്കിലെ ഡിവിഷൻ പ്രോബ്ലംസ് ഒക്കെ ആയിരുന്നു. എല്ലാവരും പ്രാക്ടീസ് ബുക്ക് എടുത്തേ, പേജ് നമ്പർ 75. ഓക്കെ, അവിടെയും കുറേ ഡിവിഷൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഇവിടെ വർക്ക് ചെയ്യാനുള്ള സ്പേസും ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഇവിടെ ഈ പ്രാക്ടീസ് ബുക്കിൽ തന്നെയുണ്ട്. സോ എല്ലാവരും റെഡി ആയിരിക്കാമല്ലോ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കണ്ടോ, 38 divided by 5 എന്നാണ്. ഓക്കെ, അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കറിയാം ഡിവിഡൻഡ് 38 ആണ്, ഡിവൈസർ 5 ആണ്, കോഷ്യന്റ് കണ്ടുപിടിക്കണം, റിമൈൻഡർ കണ്ടുപിടിക്കണം അല്ലേ. ഡിവിഷനിൽ 4 ടേംസ് ആണ് നമുക്കറിയാം, ഡിവിഡൻഡ്, ഡിവൈസർ, കോഷ്യന്റ്, റിമൈൻഡർ. ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, എന്നാൽ നമുക്ക് പറഞ്ഞുതരാം. 38 divided by 5. ഓക്കെ, 5ന്റെ ടേബിൾസ് ഓർത്തിരിക്കുക. നമുക്കുള്ള ഫസ്റ്റ് നമ്പർ 3 ആണ്. 3 നമുക്ക് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല, കാരണം 3 5നെക്കാളും ചെറിയ നമ്പറാണ്. സോ നെക്സ്റ്റ് നമ്പർ കൂടെ പരിഗണിക്കുക, 38 എന്ന് വായിക്കുക. 38 എന്ന നമ്പർ 5ന്റെ ടേബിൾസ് എവിടെയും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. എന്താണ്? 7 5s are 35, 7 8s are 4. 7 5s are 35, 8 5s are 40. അല്ലേ 5ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കിയാൽ 7 5s are 35, 8 5s are 40, 9 5s are 45 അങ്ങനെ പോവുകയാണ്. അപ്പൊ നമുക്കിവിടെ 38 ആണ്. ഒന്നെങ്കിൽ 38 കിട്ടാം, അല്ലെങ്കിൽ 38നെക്കാളും ചെറിയ നമ്പർ കിട്ടണം അല്ലേ. അപ്പൊ നമുക്ക് ഏത് ചൂസ് ചെയ്യാം? ഇവിടെ 8 5s are 40 ആണ്. 40 വരെ പോകേണ്ട ആവശ്യമില്ല, കാരണം 38 ആണ് നമ്മുടെ നമ്പർ. 38നെക്കാളും ചെറിയ നമ്പർ പരിഗണിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ സ്വീകരിക്കാം അല്ലെ. 7 5s are 35 അല്ലെ. 5 ഓൾറെഡി ഉണ്ട്, 7 കോഷ്യന്റ് സ്ഥാനത്ത് എഴുതി. 7 5s are 35 അല്ലെ. കഴിഞ്ഞോ? കഴിഞ്ഞു. 38 എന്നുള്ള ആ രണ്ട് അകത്തുള്ള ആ രണ്ട് നമ്പേഴ്സിനെ 5 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞു. മുകളിൽ കോഷ്യന്റ് ആയിട്ട് 7 കിട്ടി. ഇനി ഇതിന്റെ അടുത്ത സ്റ്റെപ്പ് മൈനസ് ചെയ്താൽ മതി അല്ലേ. 8 minus 5 എന്താണ്? 3 ആണ്. 3 minus 3 0 ആണ്. കോഷ്യന്റ് എന്ത് കിട്ടി? 7 എന്ന് കിട്ടി അല്ലേ. റിമൈൻഡർ എന്ത് കിട്ടി? 3 എന്ന് കിട്ടി. കംപ്ലീറ്റ് ആയില്ലേ? അതാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇനി അടുത്ത ദിവസം നോക്കി, 47 divided by 9. 47 divided by 9. ചെയ്യാം. 47 എഴുതി, divided by 9 എഴുതി. അവിടെ ചെയ്യാം. 4 എന്ന ആ ഒരു മൾട്ടിപ്പിൾ നമ്പർ, 9 മൾട്ടിപ്പിൾ നമ്പറാണ്. അതുപോലെ 4 മൾട്ടിപ്പിൾ നമ്പർ എന്താണ്? 9നെക്കാളും ചെറുതാണ്. അപ്പോൾ ഒന്നിനെ പരിഗണിക്കാൻ പറ്റില്ല. അപ്പോഴുള്ള നമ്പറിനെ കൂടെ കൂട്ടി വെച്ചു അല്ലേ. 47 എന്നതിനെ ചേർത്ത് വായിച്ചു. ഇനി എന്ത് ചെയ്യണം? 9ന്റെ ടേബിൾസ് പറഞ്ഞു അല്ലേ. ഡിവിഡൻഡ് 47 ആണ്, ഡിവൈസർ 9. 9ന്റെ ടേബിൾസ് പറഞ്ഞു നോക്കി, എവിടെയെങ്കിലും 47 വരുന്നുണ്ടോ, അല്ലെങ്കിൽ 47നെക്കാളും ചെറിയ നമ്പർ വരുന്നുണ്ടോ? എന്താണ് എന്ന് പറഞ്ഞേ. 9 5s are 45 അല്ലേ. 9 6s are എന്ന് പറഞ്ഞ എന്തായിരിക്കും? 54 അല്ലേ. 9 6s are 54 ആണ്. അപ്പോൾ നമുക്ക് 54 വരെ പോകേണ്ട ആവശ്യമില്ല അല്ലേ. 9 5s are 45 എന്നുള്ള ആ കോമ്പിനേഷൻ സ്വീകരിക്കാം അല്ലേ. 9 5s are 45 അല്ലേ. 9 into 5 45 ആണ്. 9 6s are 54 ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 54 47നെക്കാളും വലിയ നമ്പറാണ്. നമുക്ക് ആ കോമ്പിനേഷൻ സ്വീകരിക്കാൻ പറ്റില്ല. തൊട്ടുമുമ്പത്തെ കോമ്പിനേഷൻ സ്വീകരിക്കണം അല്ലേ. 9 5s are 45 എന്നുള്ള കോമ്പിനേഷൻ സ്വീകരിച്ചു. അതിൽ 5നെ മുകളിലോട്ട് എഴുതി. 9 5s are 45 ആൻസർ എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? മൈനസ് ചെയ്താൽ മതി അല്ലേ. 7 minus 5 എന്താണ്? 2 ആണ്. 4 minus 4 എന്താണ്? 0 ആണ്. നമുക്ക് കോഷ്യന്റ് എന്ത് കിട്ടി? 5 എന്ന് കിട്ടി. റിമൈൻഡർ എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. കഴിഞ്ഞില്ലേ ക്വസ്റ്റ്യൻ? എളുപ്പമല്ലായിരുന്നോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ 29 divided by 4. 29 divided by 4.
28 അല്ലേ 8 4s are 32 or 7 4s are 28 ആണ് 8 4s are 32 അവിടെ വരെയുള്ള കോമ്പിനേഷൻസ് ഉപയോഗിക്കേണ്ട ആവശ്യം ഇല്ല അല്ലേ 32 വലിയ നമ്പറാണ് 39 അപ്പോൾ 8 4s are 32 അവിടെ വരെ പോകണ്ട 7 4s are 28 എന്നുള്ള കോമ്പിനേഷൻ സ്വീകരിച്ചാൽ മതി 7 4 എഴുതി 7 4s are 28 അല്ലേ ഇതാണ് സ്റ്റെപ്പ് മൈനസ് ചെയ്താൽ മതി 9 minus 8 എന്താണ് 1 0 2 minus 2 0 അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി ക്വസ്റ്റ്യൻ സെവൻ കിട്ടി റിമൈൻഡർ എന്താണ് 1 കിട്ടി ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞില്ലേ ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് 65 divided by 7 65 divided by 7 okay 65 divided by 7 first number 6 ആണ് 6 7 ചെറിയ നമ്പർ ആണ് ഒറ്റയ്ക്ക് പരിഗണിക്കാൻ സാധിക്കില്ല അപ്പോൾ അതിനെ എന്ത് ചെയ്യാൻ കൂടുതൽ നമ്പറിനെ കൂടെ കൂട്ടി വയ്ക്കുക അല്ലേ അപ്പോൾ 65 എന്ന് തന്നെ വായിച്ചു 65 നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കും 7 ടേബിൾസ് കൊടുക്കുക എന്താണ് നോക്കട്ടെ 65 നെ വരുന്നുണ്ടോ അല്ലെങ്കിൽ 65 നേക്കാളും ചെറിയ നമ്പറുകൾ വരുന്നതെന്ന് ശ്രദ്ധിച്ചേർന്ന് 9 7s are 63 10 7s are 70 അപ്പോൾ 10 7 ആ ഒരു കോമ്പിനേഷൻ വരെ പോകേണ്ട ആവശ്യമില്ല 9 7s are 63 ആ ഒരു കോമ്പിനേഷൻ നമുക്ക് എന്ത് ചെയ്യാം സ്വീകരിക്കാം അല്ലേ അപ്പോൾ 9 മോളിൽ എഴുതി കൊടുക്കുക 9 into 7 എന്താണ് 63 അല്ലേ 63 ആണെങ്കിൽ എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം 5 minus 3 എന്താണ് 2 ആണ് 6 minus 6 എന്താണ് 0 അപ്പോൾ ആൻസർ എന്ത് കിട്ടി quotient 9 എന്ന് കിട്ടി റിമൈൻഡർ 2 എന്ന് കിട്ടി നമുക്ക് ഡിവിഡൻഡ് ഡിവൈസർ അറിയാം അല്ലേ എളുപ്പമല്ലേ ഡിവിഷൻ എളുപ്പമാണെന്ന് തോന്നുന്നുണ്ടോ എല്ലാവർക്കും എളുപ്പമാണ് ഡിവിഷൻ എളുപ്പമാണ് ടേബിൾസ് ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിവിഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ പോലെ തന്നെ എളുപ്പമാണെന്നാണ് മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ ടേബിൾസ് അറിയാം എല്ലാവർക്കും ടേബിൾസ് അറിയാം അല്ലേ അടുത്ത ക്വസ്റ്റ്യൻ 39 divided by 6 okay 39 അത് എഴുതി കൊടുത്തു 6 റെഡി എഴുതി 6 ടേബിൾസ് ഓർക്കുകയാണ് ഈ ഒറ്റയ്ക്ക് എഴുതാൻ സാധിക്കില്ല 9 കൂടെ ചേർത്ത് എടുത്തു 39 എന്ന് വായിച്ചു 39 divided by 6 ടേബിൾസ് തന്നെ 6 6 are 36 7 6 are 42 അപ്പോൾ 7 6 are 42 അവിടെ വരെയുള്ള കോമ്പിനേഷൻ സ്വീകരിക്കേണ്ട ആവശ്യമില്ല 6 6 are 36 അവിടെ എടുക്കുക അല്ലേ 6 into 6 36 അല്ലേ ആ ഇനി എന്ത് ചെയ്യാം മൈനസ് ചെയ്യാം 9 minus 6 3 ആണ് അല്ലേ അപ്പോൾ ക്വസ്റ്റ്യൻ എന്ത് കിട്ടി 6 എന്ന് കിട്ടി റിമൈൻഡർ എന്ത് കിട്ടി 3 എന്ന് കിട്ടി ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാവർക്കും ബാക്കിയുള്ള ആ പ്രോബ്ലംസ് ചെയ്യുക ഇനി അടുത്ത പേജിൽ കുറച്ച് പ്രോബ്ലംസ് നമുക്ക് പറഞ്ഞുതരാം എല്ലാം ഒന്നും ചെയ്യിപ്പിച്ചാൽ ഒരുപാട് സമയമാകും ഇതൊക്കെ നിങ്ങൾ സ്വന്തമായി വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ കുറച്ചുകൂടി ടഫായിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ മിസ് ഡിസ്കസ് ചെയ്യും അല്ലാതെ ബാക്കിയുള്ള ടേബിൾസ് ഒക്കെ അറിയാമെങ്കിൽ സുഖമായി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസേ ഉള്ളൂ ഈ പേജ് നമ്പർ 75 76 ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ 74 divided by 9 74 divided by 9 എങ്ങനെ ചെയ്യും ഫസ്റ്റ് നമ്പർ 7 ആണ് പരിഗണിച്ച് പരിഗണിക്കാൻ സാധിക്കില്ല 74 എന്താണ് ചേർത്ത് വായിച്ചു എന്നാലോചിച്ച് നോക്കിയേ 9 ടേബിൾസ് വായിച്ച 74 എവിടെയും വരുന്നുണ്ടോ ഇല്ല എവിടെയും വരുന്നില്ല പകരം 8 9s are 72 വരുന്നുണ്ട് 9 9s are 81 ആണ് അപ്പോൾ 9 9s are 81 വരെ പോകേണ്ട ആവശ്യമില്ല 74 നെക്കാളും ചെറിയ നമ്പർ ആൻസർ കിട്ടുന്നുള്ള കോമ്പിനേഷൻ നോക്കിയാൽ മതി 8 9s are 72 ആണ് 8 മുകളിൽ എഴുതി കൊടുത്തു 8 9 72 ആണ് എന്ത് ചെയ്യാം സബ്ട്രാക്ട് ചെയ്താൽ മതി 4 minus 2 2 ആണ് 7 minus 7 0 ആണ് അപ്പോൾ ക്വോഷ്യന്റ് എന്ത് കിട്ടി 8 എന്ന് കിട്ടി റിമൈൻഡർ എന്ത് കിട്ടി 2 എന്ന് കിട്ടി എളുപ്പമല്ലേ ഇനി അടുത്ത 66 divided by 8 66
66 divided by 8. 8. ചെയ്യാം. ഇങ്ങനെ ചെയ്യും. ഫസ്റ്റ് നമ്പർ എന്താണ്? 6 ആണ്. ഒറ്റയ്ക്ക് പരിഗണിക്കാൻ സാധിക്കില്ല. 666 എന്ന് തന്നെ ചേർത്ത് വായിച്ചു. 66 8 ടേബിൾസ് എവിടെയും വരുന്നുണ്ടോ നോക്കി. വരുന്നുണ്ടോ? എന്നാലും നോക്കി. 8 8s are എന്താണ്? 64. 8 9s are 72. അപ്പോൾ നമുക്ക് ഏത് കോമ്പിനേഷൻ സ്വീകരിക്കാം? 8 8s are 64. 64 എന്ന കോമ്പിനേഷൻ സ്വീകരിക്കാം അല്ലേ? സാധാരണ 8 into 8 is equal to 64. 8 into 8 ന്റെ ടേബിൾസ് വന്ന് നോക്കിയപ്പോൾ 8 into 9 72 ആണ്. 72 വരെ പോകേണ്ട ആവശ്യമില്ല. 66 ഉള്ളൂ. തൊട്ട് പോലത്തെ കോമ്പിനേഷൻ നോക്കി 64 ആണ് ആൻസർ വരുന്നത്. അത് നമ്മൾ ചൂസ് ചെയ്യാം. കാരണം 64 66നെക്കാളും ചെറിയ നമ്പറാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ സ്വീകരിക്കാം. 8 8s are 64. 8 ന് മുകളിൽ എഴുതുകൊണ്ട് ഇവിടെ ഓൾറെഡി 8 ഉണ്ട്. 8 into 8 എന്താണ്? 64 ആണ് അല്ലേ? 64 ആണ്. പിന്നെ മൈനസ് ചെയ്ത് 6 മൈനസ് 4 എന്താണ്? 2 ആണ്. 6 മൈനസ് 6 0 ആണ്. ആൻസർ കിട്ടി. ക്വോഷ്യന്റ് 8 എന്ന് കിട്ടി. മൈനസ് 2 എന്ന് കിട്ടി. കറക്റ്റ് അല്ലേ? അങ്ങനെ പേജ് നമ്പർ 75 and 76 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമല്ലോ. ആ ക്വസ്റ്റ്യൻസ് കുറച്ച് കൂടുതലാണ്. 12 ക്വസ്റ്റ്യൻസ് ഉണ്ട് ഒരു പേജിൽ തന്നെ. അപ്പോൾ 24 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 5 ക്വസ്റ്റ്യൻസ് മിസ് പഠിപ്പിച്ചിട്ടുണ്ട്. ബാക്കി സ്വന്തമായിട്ട് ചെയ്യുമല്ലോ എല്ലാവരും. ചെയ്തിട്ട് ആൻസർ ഇവിടെ പ്രാക്ടീസ് ബുക്കിൽ തന്നെ ചെയ്താൽ മതി. ഡൗട്ട് സെന്ററിനുള്ള ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യും എന്നുള്ള സംശയങ്ങൾ നമ്മൾ ചെയ്ത് പഠിക്കുമ്പോഴേ നമുക്ക് സംശയങ്ങൾ വരുള്ളൂ അല്ലേ? അപ്പോൾ ഡൗട്ട് സെന്ററിലുള്ള മിസ് ഡിസ്കസ് ചെയ്യാം. യാതൊരു കുഴപ്പങ്ങളുമില്ല. മിസ് പറഞ്ഞുതരാം. ആൻസേഴ്സ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക? മിസ്സിന് ആൻസേഴ്സ് ഈ ഫോട്ടോ എടുത്തിട്ട് മിസ് സെൻഡ് ചെയ്ത് തരണം. അപ്പോൾ എല്ലാവരും പഠിക്കുമല്ലോ, ചെയ്ത് പഠിക്കുമല്ലോ. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.